ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ? ഇനി അടുത്ത് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്നവരാണോ? എങ്കിലിതാ കേന്ദ്ര സർക്കാർ ജോലികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1,00,000-ൽ പരം വേക്കൻസീസ് ആണ് ഉള്ളത്. അതായത് കേന്ദ്ര സർക്കാർ ജോലികളെന്ന് പറയുമ്പോൾ SSC എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്, ബാങ്കിങ് എക്സാംസ് ഉണ്ട്, ഇൻഷുറൻസ് എക്സാം ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന 1,00,000-ൽ പരം വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇനി SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജസ് ഒക്കെയാണ് നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് 30,000-ൽ മേലെ നമുക്ക് സാലറി പാക്കേജസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അലവൻസും കാര്യങ്ങളും കൂടെ തന്നെ ഉണ്ട്. അതുപോലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമേ നമുക്കിതിനകത്ത് വേണ്ട. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. ഇനി കുറഞ്ഞ പ്രായത്തിലാണല്ലോ നമ്മൾ കയറുന്നത്. അപ്പോൾ ഒരു പ്രൊമോഷനോട് കൂടി അല്ലെങ്കിൽ ഒരു ഉന്നത പോസ്റ്റിൽ നിന്നാണ് നമ്മളവിടുന്ന് റിട്ടയർ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗവൺമെൻറ് ജോലി കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ജോലി നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാം? പലർക്കും അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ എൻട്രിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 13-നാണ് നമ്മൾ ആ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. രാത്രി 8 മണിക്കാണ്. റിജിൻ സാറാണ് നയിക്കുന്നത്. ഈ വെബിനാറിനകത്ത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്നും എക്സാം സ്ട്രാറ്റജി എന്താണെന്നും എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും എങ്ങനെ ക്രാക്ക് ചെയ്യാം, അങ്ങനെ വിവിധ തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാം.